പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കർത്താവ് അനേകം പേരെ സുഖപ്പെടുത്തുകയും വിടുതൽ കൊടുക്കുകയും അവരുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടുകയും ചെയ്യുന്നതിൻ്റെ അനവധിയായ സാക്ഷ്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ജോലി കിട്ടാത്തവർക്ക് വർഷങ്ങളോളം തടസ്സങ്ങൾ നേരിട്ട അനേകം പേര് ടെലിഫോണിലൂടെ വിളിച്ച് സാക്ഷ്യപ്പെടുത്തി, അച്ഛാ, ആ ജോലി തടസ്സം മാറിക്കിട്ടിയതിന് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിലൂടെ സ്ഥലക്കച്ചവടത്തിൻ്റെ മേല് ബന്ധനങ്ങളുണ്ടായ അനേകം പേർക്ക് കർത്താവ് വിടുതൽ കൊടുത്തതിൻ്റെ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ലഭിക്കുകയുണ്ടായി. അതുപോലെ തന്നെ നിരന്തരം കുടുംബങ്ങളിൽ കലഹങ്ങളും സങ്കടങ്ങളും ഒരു മേൽഗതി ഇല്ലാതെ വിഷമിച്ചിരുന്ന അനേകം കുടുംബങ്ങൾക്ക് ഈ പ്രാർത്ഥനയിലൂടെ കർത്താവ് പുതിയ ഒരു കൃപ കൊടുക്കുകയും അവരുടെ കുടുംബങ്ങളിൽ ഉണ്ടായിരുന്ന കലഹങ്ങളും നിരാശയും വിട്ടുമാറുകയും തെറ്റിദ്ധാരണകളൊക്കെ മാറി എന്ന് സാക്ഷ്യപ്പെടുത്തുകയുണ്ടായി. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥന കർത്താവ് നമുക്ക് നൽകിയ വലിയ സമ്മാനമാണ്. ഇത് വലിയ ആശ്വാസമാണ്. ഇത് കേൾക്കുന്ന വ്യക്തികളെയും കുടുംബങ്ങളെയും കർത്താവ് അതിശക്തമായ സംരക്ഷണം കൊടുക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അനവധിയായ രോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്നതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാൻ സാധിക്കുകയാണ്. കാരണം ഇന്നലെ ഒരു യുവാവ് എന്നെ കാണാൻ വേണ്ടി വന്നു. അവൻ കാർ ഓടിച്ചാണ് വന്നത്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇവനെങ്ങനെ അതിന് സാധിച്ചു? കാരണം കുറച്ച് നാളുകൾക്ക് മുൻപ്, ഏകദേശം 1 മാസം മുമ്പ്, ഞാൻ അവൻ്റെ വീട്ടിൽ അവന് കുർബാന കൊടുക്കാനും അവന് രോഗി ലേപനം കൊടുക്കാനും പോയിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നും എൻ്റെ കണ്ണുകളിൽ അവൻ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. എല്ലും തൊലിയുമായി, ശരീരം മുഴുവൻ തളർന്ന്, സംസാരിക്കാൻ കഴിവില്ലാതെ, വാതുറക്കാൻ പറ്റാതെ, കൈയൊന്നും ഉയർത്താൻ പറ്റാതെ, വേദനിച്ച്, ലിവറിന് രോഗം പിടിപെട്ട് ലിവർ സോറിയാസിസ് വന്ന് അവസാനത്തെ സ്റ്റേജിൽ എത്തിയിരിക്കുകയും ഈ ലോകത്തെ ഡോക്ടർമാർ ഏകദേശം കൈയൊഴിയുകയും ചെയ്ത്, അങ്ങനെയാണ് ആ വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലുന്നത്. ഞാൻ അവന് കുർബാന കൊടുത്തത് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ തന്നെ അവൻ്റെ വായി കൈകൾ കൊണ്ട് തുറന്ന് പരിശുദ്ധ കുർബാന അവൻ്റെ വായിൽ വെച്ചു കൊടുക്കുകയും വെള്ളമൊഴിച്ചു കൊടുക്കുകയും ചെയ്തത് ഞാൻ ഓർക്കുകയാണ്. അവനോട് ഞാൻ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേൾക്കാനായിട്ട് നിർദ്ദേശിച്ചു. അവൻ്റെ മക്കളോട് അപ്പന് അത് വെച്ചു കൊടുക്കാനായിട്ട് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്നലെ അവൻ കാർ ഓടിച്ച് ഇവിടെ വന്ന് അവൻ്റെ വാഹനം വെഞ്ചരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. കാരണം ആ രോഗിലേപന ശുശ്രൂഷയിലൂടെ, ആ പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, നിരന്തരമുള്ള ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന കേട്ടതിലൂടെ അവൻ്റെ ശരീരം ശക്തി പ്രാപിക്കുകയും അവന് തൻ്റെ സാധാരണ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചു. ഏകദേശം 45-46 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ്റെ കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഈ പ്രാർത്ഥന കേൾക്കുന്ന കിടപ്പ് രോഗികളെ, നിരന്തരമായ രോഗപീഠകളിലൂടെ കടന്നു പോകുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ഒരുപക്ഷെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, കുടുംബനാഥന് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത്,
ജീവിത പങ്കാളികൾക്ക് വേണ്ടിയായിരിക്കാം പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ കൂടി നിങ്ങൾ വിശ്വസിക്കുക, ഈ പ്രാർത്ഥനയിൽ സന്നിഹിതനായിരിക്കുന്ന, ഈ പരിശുദ്ധ കുർബാനയിൽ സന്നിഹിതനായിരിക്കുന്ന ഈ കർത്താവിന് ഈ പ്രാർത്ഥന നിങ്ങൾ കേൾക്കുമ്പോൾ ഈ കർത്താവ് തന്നെയാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. രോഗികളെ സുഖപ്പെടുത്തിയ കർത്താവ്, പിശാചിനെ ബഹിഷ്കരിച്ച കർത്താവ്, നിങ്ങളുടെ കുടുംബങ്ങളിലെ നിരന്തരമായ രോഗപീഠകളും നിരന്തരമായ ബന്ധനങ്ങളും നിരന്തരമായ തകർച്ചകളും നിരന്തരമായ അസ്വസ്ഥതകളും വിടുവിക്കാൻ വേണ്ടിയാണ് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന ഇന്ന് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. പ്രിയപ്പെട്ട മക്കളെ, വിശ്വാസത്തോടെ ഇതിൽ പങ്കെടുക്കുക, വിശ്വാസത്തോടെ ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. അങ്ങനെ സുവിശേഷ വേലയുടെ കർത്താവിൻ്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ശുശ്രൂഷയാണ് പിശാച് ബഹിഷ്കരണ പ്രാർത്ഥന. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വചനങ്ങളാണ്. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. പ്രിയപ്പെട്ടവരെ, വിശ്വസിച്ച് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ അനുഭവിക്കുന്ന കൃപയാണ് ജീവജലത്തിൻ്റെ ഉറവിടം. ജീവജലമായ അതിൻ്റെ ഉറവിടത്തിൽ നിന്ന് അരുവി ഈ പ്രാർത്ഥനയിലൂടെ നമ്മുടെ എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകിയെത്തുമെന്ന് എനിക്ക് ഉറപ്പാണ്. ആ ജീവജലത്തിൻ്റെ ഉറവിടമായ കർത്താവിൻ്റെ ഹൃദയത്തിൽ നിന്ന് യഥാർത്ഥത്തിൽ ഒഴുകുന്നത് പരിശുദ്ധാത്മാവാണ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. അത് വിടുതലിൻ്റെതാണ്, അഭിഷേകത്തിൻ്റെതാണ്, രോഗശാന്തിയുടേതാണ്, ആത്മവിശ്വാസത്തിൻ്റെതാണ്, ധൈര്യത്തിൻ്റെതാണ്. ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഭവനങ്ങൾ, നിങ്ങളുടെ ഹൃദയങ്ങൾ എല്ലാം ജീവജലത്തിൻ്റെ അരുവിയാൽ നിറയപ്പെടുന്നത് എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറ്റവും ഭക്തിയോടെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ഡെലിവറൻസിൻ്റെ വിമോചന പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. യേശുവല്ലാതെ മറ്റൊരു കർത്താവില്ലെന്ന് ഞാൻ ഏറ്റുപറയുന്നു. സ്വന്തം രക്തത്താൽ എന്നെ സ്വന്തമാക്കിയ കർത്താവിൻ്റെ അധികാരത്തിലും ശക്തിയിലും ആശ്രയിച്ചുകൊണ്ട് അവിടുത്തെ തിരുനാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, ഈ മക്കളെ ശല്യം ചെയ്യുന്ന ദുഷ്ടാരൂപികളും അവരുടെ ദുഷ്ടതകളും ചതിപ്രയോഗങ്ങളും തടസ്സപ്പെടുത്തലുകളും അവയിൽ നിന്നുണ്ടായിട്ടുള്ള സകല തിന്മകളും ഈ നിമിഷം ഈ മക്കളെ വിട്ടുപോകണം. ഇനിമേലിൽ ഇവരെ ശല്യം ചെയ്യാൻ പാടില്ല. ഈ മക്കളിൽ പ്രവർത്തിക്കുന്ന എല്ലാ തിന്മകളുടെയും ദുഷ്ടാത്മാക്കളെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ ബന്ധിക്കുന്നു, ഉച്ചാടനം ചെയ്യുന്നു, ബഹിഷ്കരിക്കുന്നു. യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തിയാൽ, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ ഈ ദൈവജനത്തെ ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിമോചിപ്പിക്കുന്നു. തിന്മയുടെ അരൂപികളെ യേശുനാമത്തിൽ ഞാൻ നിർവീര്യമാക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അന്ധകാര ശക്തികളെ ഈ മക്കളുടെ ജീവിതത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ ആട്ടിപ്പായിക്കുന്നു. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ വിശുദ്ധ ഔസേപ്പിൻ്റെയും വിശുദ്ധ ഗിർവർഗീസിൻ്റെയും വിശുദ്ധ ബെനഡിക്റ്റിൻ്റെയും സകല മാലാഖമാരുടെയും സകല വിശുദ്ധരുടെയും രക്തസാക്ഷികളുടെയും യോഗ്യതകളും മധ്യസ്ഥവും ഈ ദൈവജനത്തിൽ ലഭിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ രോഗശാന്തി ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ലഭിക്കട്ടെ. പിതാവിൻ്റെയും
പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരം 5 മണിക്ക് 8:30 മണി വരെ ഈ ദേവാലയത്തിൽ നടക്കുന്ന ശുശ്രൂഷകൾക്ക് നിങ്ങളെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. 13-ാം തീയതി വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാളാണ്. വൈകുന്നേരം 5 മണിക്കാണ് പെരുന്നാൾ ആഘോഷ കുർബാന. നിങ്ങൾക്ക് സാധിക്കുന്നവരെ ഞാൻ ക്ഷണിക്കുകയാണ്. ഒട്ടുനേർച്ചയോടുകൂടിയാണ് തിരുനാൾ തീരുന്നത്. ഒട്ടുനേർച്ചയ്ക്ക് അനവധി പേര് സഹായങ്ങൾ നൽകുന്നുണ്ട്. അവരെല്ലാവരെയും ഓർത്ത് നന്ദി പറയുന്നു. അവരുടെ നിയോഗങ്ങൾ അന്നേ ദിനം സമർപ്പിക്കും. വിശുദ്ധ അന്തോനീസിലൂടെ നിങ്ങളുടെ കുടുംബങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ. ഒട്ടുനേർച്ചയ്ക്ക് ചെറിയ ചെറിയ സംഖ്യകൾ നൽകി സഹായിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈശോയെ, ഈ മക്കളെ അവിടുന്ന് ആശീർവദിക്കണമേ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.